ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്കും ഒരു ബാഗ് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. സ്കൂൾ തുറക്കണേക്ക് മുമ്പ് ആർക്കാണാവോ ബാഗ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണത്. പിള്ളേർക്കല്ല, ആദർശിനാണ് ബാഗ് മേടിക്കാൻ പോണത്. കാരണം പെയിൻറ്റിങ് വർക്കൊക്കെ അല്ലേ, അപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഒരു ബാഗിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും പുറത്തേക്ക് പോവല്ലേ, അപ്പോൾ ഈ യാത്രയിലേക്ക് നിങ്ങളെ കൂടി ക്ഷണിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ വീട്ടിലിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ ഞങ്ങളുടെ ഒപ്പം പോര്. ഇതാ നോക്കിക്കോ, എപ്പോഴും നമ്മൾ പോണ വഴികൾ തന്നെയാണിത്. ഞങ്ങളുടെ വീടിൻ്റെ വഴികൾ കണ്ടോ. ഇതിലെ കൂടി ഇങ്ങനെ പോയി ഇതാ റെയിൽവേ ഗേറ്റ് എത്തി. ഞങ്ങൾ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ പോസ്റ്റായിട്ട് കിടക്കുകയാണ് ഗായ്സ്. അധികം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നില്ല. ഇതാ നമ്മുടെ തീവണ്ടി എത്തിക്കഴിഞ്ഞു. രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. ഉള്ളിലെ വെട്ടമൊക്കെ കാണാം, ആളുകൾ ഇരിക്കണതൊക്കെ കാണാം. അപ്പോൾ നല്ല രസമാണ് രാത്രി തീവണ്ടി കാണാനായിട്ട്. അങ്ങനെ തീവണ്ടിയൊക്കെ പോയതിന് ശേഷം ഗേറ്റൊക്കെ തുറന്നു. ഞങ്ങളിതാ ഇങ്ങനെ മന്ദം കുലുങ്ങിയൊക്കെ പോവാണ്. ഞാൻ ഇതുവരെ തീവണ്ടിയിൽ കയറിയിട്ടില്ല കേട്ടാ. നിങ്ങൾ കയറിയിട്ടുണ്ടാകുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളൊക്കെ കയറിയിട്ടുണ്ടാവും, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല തീവണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം എത്തി. എനിക്കാകെ മുളന്തുരുത്തി, പിന്നെ കാഞ്ഞിരമറ്റം, ആമ്പല്ലൂർ, പിന്നെ അരയങ്കാവ്, ഇത്ര സ്ഥലമൊക്കെ അറിയുള്ളൂ കേട്ടോ. വേറെ സ്ഥലപ്പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് മുളന്തുരുത്തിയെന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങൾ മുളന്തുരുത്തിയിലുള്ള ഷൈൻ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ അങ്ങോട്ട് വന്നേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് ഈ കടയിൽ വരുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വരുന്ന വഴിക്ക് ഇതാ ഒരാൾ ഒളിച്ചിരിക്കണ്. അങ്ങനെ അതാ കടയുടെ മുമ്പിൽ തന്നെ ഒരു താമരയുടെ കുഞ്ഞി കുളം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ബാഗ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമുക്കിനി കടയുടെ ഉള്ളിലെ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഒന്ന് കാണാം. ബാഗ് മേടിക്കാൻ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. കാരണം ബാഗ് ഉണ്ടായിരുന്നു ഒരെണ്ണം, പക്ഷെ അത് ചീത്തയായിപ്പോയി. അപ്പോൾ ഇപ്പോൾ വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും വർക്കിംഗ് ഡ്രസ്സും ഫുഡൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാമല്ലോ. അങ്ങനെ നോക്കി ആദർശിന് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് ആദർശ് മേടിച്ചു. ആ കയ്യിലിരുന്ന റെഡ് അല്ല കേട്ടോ, വേറൊരു കളറാണ്. അപ്പോൾ ഞാൻ അത് വീട്ടിൽ ചെന്നിട്ട് കാട്ടിത്തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ബാഗൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പയ്യങ്ങടെ ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും യുവക്കുട്ടി മനസ്സും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഈ താമരപ്പൂവൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കി അവർ ആസ്വദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നിന്നോട്ടേ എന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ അവരാദ്യമായിട്ടാണ് ഇങ്ങനെ താമരപ്പൂവൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ തൊടുന്നത് തന്നെ. അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കയറിയ കടയിലെ ഉടമസ്ഥൻ്റെ കട തന്നെയാണ് കേട്ടോ കാണുന്നതും, ഷൈൻ. അപ്പോൾ അത് കുഞ്ഞിക്കട, ഇത് ഇച്ചിരി വലിയ കട, ഷൈൻ ഷോപ്പിംഗ് സെൻറ്റർ. ശരിക്കും പറഞ്ഞാൽ പണി കഴിഞ്ഞ് വരുന്ന വഴിക്കൊരു ബാഗ് മേടിച്ചാൽ മതി. പക്ഷേ ഞങ്ങളെയും കൂടി കൊണ്ടുപോകണമെന്ന പുള്ളിക്ക് നിർബന്ധമായിരുന്നു. കാരണം ഞങ്ങൾ വേറെ എങ്ങും പോകണില്ലല്ലോ, ഈ അമ്മയും മക്കളും വീട്ടിൽ തന്നെ അല്ലേ. അപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ബാഗ് മേടിക്കാൻ പോവാം എന്നുള്ളത്. അപ്പോൾ ഒന്നിച്ചങ്ങോട്ട് പോയി. ഇപ്പോൾ എന്ത് മേടിക്കാനാണെങ്കിലും ഞങ്ങളെയും കൊണ്ടുപോകട്ടോ. ഇതിപ്പോൾ ഒരു കുഞ്ഞി കടയിൽ പോകണമെങ്കിൽ പോലും ഞങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. അറിയാം വേറെ എങ്ങും പോകണില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അവിടെ തന്നെ ആയിട്ട് ഇങ്ങനെ വരുന്ന വഴിക്കൊക്കെ കുറച്ച് പാത്രക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. പാത്രക്കട, തുണിക്കട, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പമ്പിലും കൂടി ഒന്ന് കയറിയിട്ട് ഞങ്ങൾ നേരെ ഇവക്കുട്ടിയുടെ കൂട്ടുകാരിയുടെ റിലേറ്റീവിൻ്റെ കടയിലും കൂടി ഒന്ന് കയറി. അവൾക്ക് അവിടെ പോകണമെന്ന് നിർബന്ധമായിരുന്നു. എന്തൊക്കെയോ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. കുറേ ദിവസമായി പറയണു പോകണം എന്ന്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് വീട്ടിലെത്തിയിട്ട് കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. മാഗിപ്പെണ്ണ് വഴക്കിലാണ് കേട്ടോ, ഒട്ടും മൈൻഡില്ല, ആള് കലിപ്പിലാണ്. എന്നെയും കൂടി കൊണ്ടുപോകായിരുന്നു എന്ന ഭാവത്തിലാണ് പുള്ളിക്കാരി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. അതാ 4 ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. ഇവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ ഇതേ നാളത്തേക്ക് ആവശ്യത്തിന് ചോറ് കൊണ്ടുപോകാനായിട്ട് ഉണക്കച്ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പൊട്ടുകടല, അത് എനിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഞാൻ 20 രൂപയുള്ളൂ ആകെ. അപ്പോൾ എനിക്ക് പൊട്ടുകടല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊരെണ്ണം മേടിച്ചു. പിന്നെ ഇതാ ഇത് 2 പാലല്ല കേട്ടോ, ഇത് ഒരു പാക്കറ്റ് സൊസൈറ്റി പാലും ഒരു പാക്കറ്റ് സൊസൈറ്റി തൈരുമാണ്. ഇതാണ് കേട്ടോ ബാഗ്. പുനസ് താഴെ വെക്കണില്ല, ചുമ്മാ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി ആവശ്യത്തിന് കൊടുക്കുമോ എന്നാണ് ഒരു ഡൗട്ട്. ഇതാണ് ബാഗ്.
അപ്പോൾ രാത്രിയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നാണ് വിചാരിക്കണത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി ചോറ് കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഗുഡ് നൈറ്റ്, ബൈ.